ഇക്കടുത്ത വേനലിലും നോമ്പെടുക്കാൻ ചുമട്ടുതൊഴിലാളികൾക്ക് ഭാരമൊരു തടസ്സമല്ല. കോഴിക്കോട് വലിയങ്ങാടിയിലെ കയറ്റിറക്ക് തൊഴിലാളികൾ അധികവും നോമ്പെടുത്താണ് കയറ്റിറക്ക് ജോലികൾ ചെയ്യുന്നത്. നോമ്പ് പഠിച്ചുകൊണ്ട് പണിയെടുക്കാൻ കഴിയില്ല. നോമ്പ് ഒഴിവാക്കാനും പാടാണ്. പിന്നെ ഈ വെയിലത്ത് ഭയങ്കര ചൂടും, വെള്ളം കുടിച്ചു പോകും. അമ്മായി ചൂടാണ്. അതായത് ലീവിലില്ല, അപ്പോൾ എടുക്കും. അത്രേ ഉള്ളൂ. അത് സാധിക്കില്ല. വെള്ളം കുടിച്ചു പോകുന്ന അമ്മായി ചൂടല്ല, അതുകൊണ്ടാണ്. നോമ്പ് ദിവസത്തെ ഉച്ചവെയിലും വിയർപ്പ് നിറഞ്ഞ സായാഹ്നങ്ങളിലുമെല്ലാം ഇവരുടെ ചുമരിൽ ധാന്യങ്ങൾ നിറച്ച ചാക്കുകളാണ്. വ്രതശുദ്ധിയുടെ നിറവിൽ ഭാരം തൊഴിലാളികൾക്ക് ഒരു പ്രശ്നമേ അല്ല. രാവിലെ ആരംഭിക്കുന്ന ചുമട് മറിപ്പ് ജോലികൾ വൈകിട്ട് വരെ നീളും. ഉച്ചയ്ക്ക് നമസ്കാരത്തിന് മാത്രമാണ് ജോലിക്ക് ഒരു അവധി നൽകുന്നത്. വീണ്ടും ചാക്കുകെട്ടുകൾക്കിടയിലേക്ക് ഇറങ്ങും. കിലോയോളം തൂക്കം വരുന്ന ചാക്കുകൾ ക്ഷീണം വകവയ്ക്കാതെ ലോറികളിൽ നിന്നും ഗോഡൌണുകളിലേക്കും കടകളിലേക്കും നിഷ്പ്രയാസം ചുമന്നു മാറ്റും. നോമ്പില്ലാത്തവരും ഇതര മതസ്ഥരായ തൊഴിലാളികളും നോമ്പുകാരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഒപ്പമുണ്ട്. എന്നാൽ കടുത്ത വേനലിലെ നോമ്പ് അതികഠിനമാണെന്ന് തൊഴിലാളികൾ തന്നെ പറയുന്നു. ഈ മേൽക്കൂര വന്നതിന് ശേഷം വളരെ സുഖമാണ്. കാരണം അതിൻ്റെ മുന്നേ നമ്മൾ കഠിനാധ്വാനം ചെയ്തിട്ട് ഞാൻ വന്നിട്ട് ഇവിടെ ഏകദേശം 10-20 വർഷമായി. ഇപ്പോൾ 4 വർഷമായി ഇപ്പോൾ ഇത് ഇട്ടിട്ട് വളരെ ഹാപ്പിയാണ്. അതൊരു മനസ്സിനുള്ളൊരു ഉറപ്പാണ്. അത് ചൂട് കൂടുതലുള്ള ദിവസങ്ങളിൽ നല്ല ക്ഷീണവും തളർച്ചയും അനുഭവപ്പെടാറുണ്ടെങ്കിലും വിശ്വാസം അതിനെ മറികടക്കുമെന്ന് തൊഴിലാളികൾ. ഇത് പൊതുവെ പറഞ്ഞാൽ ഒരു ദൈവിക ശക്തിയാണ്. അപ്പം നല്ലൊരു ശതമാനം തൊഴിലാളികൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഞങ്ങളിപ്പോൾ അടുക്കുമറിപ്പ് സെക്ഷനിൽപ്പെട്ട തൊഴിലാളികളാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഒരു ദൈവിക ശക്തിയാണ്. അല്ലാതെ ഈ ചൂട് കാലത്ത് ഒന്നും എന്താ പറയുക, സ്വയം ഒരു തീരുമാനത്തിലെത്താൻ കഴിയില്ല. ആ ശക്തി കൊണ്ടാണ് ഇത്തിരി ആളുകൾ മുമ്പോട്ട് പോകുന്നത്. അതാണ് ആ നോമ്പിനെ സംബന്ധമായ കാര്യം പറയാനുള്ളത്. അല്ലാതെ ഇപ്പോൾ നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിൽ ഒരു 10-15 ഗ്ലാസ് വെള്ളം കുടിക്കേണ്ടി വരും. അതാണ് നല്ലൊരു ശതമാനം അങ്ങാടിയിലും പിന്നെ അത്ര ആളുകൾ തന്നെയാണ്, നോമ്പ് നോക്കുന്ന ആളുകൾ തന്നെയാണ് കൂടുതലുള്ളത്. വലിയങ്ങാടിക്ക് അടുത്തുള്ളവർ തൊട്ടടുത്തുള്ള പള്ളികളിലും ദൂരെയുള്ളവർ വീടുകളിലെത്തിയുമാണ് നോമ്പ് തുറക്കുന്നത്. റമദാനിലെ നോമ്പ് തങ്ങളുടെ ജോലിയെ ഒരു തരത്തിലും ബാധിക്കാറില്ലെന്ന് തൊഴിലാളികൾ പറയുന്നു. ഇവരുടെ നോമ്പിന് ഇരട്ടക്കൂലിയാണ്. ഉപജീവനമാണ് പ്രധാനമെങ്കിലും അതിനപ്പുറം ഇവർ വില കൽപ്പിക്കുന്നത് പുണ്യമാസത്തിലെ നോമ്പിനെയാണ്. ക്യാമറമാൻ ജോൺസൺ കെ ജോർജിനൊപ്പം അഭിജിത തിരുവല്ലത്ത്, കോഴിക്കോട് വിഷൻ.